welcome to yet another wonderful episode of Kappa Prime Time. In today's episode of Kappa Prime Time, our very first guest who will be having a chat with us is Shruti Shivaprakash. She is a singer, she is a voice artist as well as an anchor. Along with her joining is a doctor, Dr. Sharon. He is a psychologist as well as an illusionist. അതോടൊപ്പം നമ്മുടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് is Parthan. He is a director as well as a producer. Sharon Rayu Rehawk, Karate Association of India chief instructor ആണ് Roji. So welcoming all of you to Kappa Prime Time. Moving on to my very first guest, Shruti Shivaprakash. She is a singer and also a voice artist. So let me welcome her. Hi Shruti, welcome to Kappa Prime Time. Hello Cynthia. ശ്രുതിനെ കുറിച്ച് ഞാൻ റീസെൻ്റ്ലി ഐ ലേൺഡ് അബൌട്ട് യു. ഒരുപാട് പാട്ടുകൾ ഞാൻ കണ്ടു, ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയത്തോളം യു ആർ വെരി ഗുഡ് സിംഗർ, അറ്റ് ദ സെയിം ടൈം ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റുമാണ് ആൻഡ് ഓൾസോ യു ആർ ആൻ ആങ്കർ. ഏത് ഫീൽഡിലാണ് വിച്ച് ഇസ് എ വൺ വിച്ച് യു അഡോർ ആൻഡ് യു വുഡ് ലവ് ടു ഡു ഇറ്റ് ഫോർ ക്വയർ എ ലോങ് ടൈം? ഞാൻ മീഡിയയിൽ തന്നെ പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേക്കൊക്കെ ഞാൻ വന്നത് സിംഗർ എന്ന് പറഞ്ഞൊരു ലേബലിലാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും ഈ സിംഗർ ടാഗ് എൻ്റെ കൂടെ തന്നെ എപ്പോഴും കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടേ ഉള്ളത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു TV ഷോസൊക്കെ ആണെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിനെ അല്ലെങ്കിൽ ഒരു സിംഗറിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം, പാട്ട് പാടുന്ന ഒരാൾ ഒരു ആങ്കറിന് വേണം എന്ന് പറഞ്ഞ് എനിക്ക് കോൾസ് വരാറുണ്ട്. റീസെൻ്റ് ആയിട്ട് ഞാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഗോപി സുന്ദർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബിൽ പോയി ഒരു വൺ ഡേ അവിടെ സ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അതെനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഒരു പാട്ടുകാരി ആയതുകൊണ്ടാണ്. ശ്രുതി ഒരു നല്ലൊരു ഗായികയാണ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് ശരിക്കും ശ്രുതിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ് ശ്രുതിനെ ആ ഒരു മേഖലയിലേക്ക് ഗൈഡ് ചെയ്തത്? ഓഫ് കോഴ്സ് എൻ്റെ പേരൻസ് ആണ്. ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ എന്നെ പാട്ടിനോട് താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയ സമയത്ത് എന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ ചേർത്തി. അങ്ങനെ കർണാട്ടിക് ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ പഠിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ പാലക്കാടാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ മിക്കവാറും എല്ലാ കോമ്പറ്റീഷൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ പേരൻസിൻ്റെയും അതുപോലെ എന്നെ പാട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെയും എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ആ ഒരു ജേർണി തുടങ്ങിയത്. ഓക്കെ, സൂപ്പർ. എന്നാലും നമുക്ക് ശ്രുതിയുടെ ഒരു പാട്ട് കേൾക്കാം. ആരും കാണാതെ ആരും കേൾക്കാതെ എന്നിലേക്കെന്നും വരുന്നു, എൻ മൺകുടിൽ തേടി വരുന്നു. നീതം കാണാതെ പോകയോ, നീതും ചൂടാതെ പോകയോ, നീലക്കുടങ്ങൾ പൂക്കുന്ന രീതിയിൽ പ്രതീക്ഷിച്ചു. കവർ സോങ്സ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പം അല്ലേ? സോ ശ്രുതി ഒരുപാട് കവർ സോങ്സും ചെയ്തിട്ടുണ്ട് ആൻഡ് ക്വൈറ്റ് നൈറ്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് ആണ് അത്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ കവർ സോങ്സ്? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം തോന്നുന്നു കവർ സോങ്സ്. ഇപ്പം ഒറിജിനൽസ് ആയാലും അല്ലെങ്കിൽ പഴയ പാട്ടുകളുടെ കവർ വേർഷൻസ് എല്ലാം നമ്മുടെ എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. ഒരുപാട് നല്ല നല്ല സിംഗേഴ്സ്, ഒരുപാട് നല്ല പാട്ടുകൾ പുതിയ രീതിയിൽ പാടി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സുഖം തോന്നാറുണ്ട്. ചില പാട്ടുകൾ ചിലപ്പോൾ ഇപ്പം ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള സോങ്സ് ഒക്കെ എന്താ അത് പുതിയൊരു രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു തള്ളിയോടി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാം ഓരോ എക്സ്പെരിമെന്റ്സ് ആണല്ലോ.
അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടായിരിക്കും പലരും ചെയ്യുന്നത്. സോ ചില പാട്ടുകൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു മറന്നിരിക്കുന്ന പാട്ടുകളൊക്കെ ആയിരിക്കും. അതൊരു മേ ബി ഒരു ഫാസ്റ്റ് നമ്പറൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ലോ ആയിട്ടുള്ള ഒരു വേർഷനൊക്കെ കേൾക്കുമ്പോൾ ഈ പാട്ടിന് ഇങ്ങനെ ഒരു ലെവലിൽ ഈ പാട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല സിംഗേഴ്സും നല്ല കമ്പോസേഴ്സും ഇത്തരത്തിലുള്ള കവർ സോങ് മേക്കിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ കൂടെയൊക്കെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് കവർ ചെയ്യാനായിട്ട്. ഒരു സിംഗിങ് ഫീൽഡ് മാത്രമല്ല, മീഡിയ ഫീൽഡിൽ ലൈം ലൈറ്റിലും യു ഹാവ് വർക്ക്ഡ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ശ്രുതി. ഞാൻ ജേർണലിസ്റ്റ് ആണ് പഠിച്ചത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്തത് ന്യൂസ് ചാനലിലായിരുന്നു, ന്യൂസ് റീഡർ ആയിരുന്നു. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആങ്കറിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ ന്യൂസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ആങ്കറിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസും അതുപോലെ പാട്ട് അതിൻ്റെ റെക്കോർഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ മിസ്സായി. ന്യൂസ് എന്ന് പറയുന്നത് വേറൊരു മേഖലയാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ചാനലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ന്യൂസ് റീഡിങ് അതിൽ മാത്രം ആയി പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ന്യൂസിൽ നിന്ന് റിസൈൻ ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നീട് ആങ്കറിങ് ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത ചാനലിൽ തന്നെ പിന്നീട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആങ്കറിങ് ചെയ്തു തുടങ്ങി, ഇൻ്റർവ്യൂസ് ചെയ്തു തുടങ്ങി. എനിക്ക് സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് വെച്ച് എനിക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. സോ അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Your love with film industry is quite notable because ഒരുപാട് വളരെ ക്ലോസ് ആയിട്ട് ചലച്ചിത്ര അക്കാദമി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സോ can you just share your love towards movies? എങ്ങനെയാണ്, how do you approach that? ഞാൻ ന്യൂസ് ചാനലിൽ നിന്ന് റിസൈൻ ചെയ്ത ശേഷം എനിക്ക് ട്രിവാൻഡ്രത്തിലെ ചലച്ചിത്ര അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പഠിച്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആക്ച്വലി ഫ്രീലാൻസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ട്രിവാൻഡ്രത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അത്തവണ ഫിലിം ഫെസ്റ്റിവൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ അതിൻ്റെ പുറകിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ജേർണലിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമി ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ആ ഫിലിം ഫെസ്റ്റിവൽ അതിൽ കുറേ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ആ ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ പ്രൊഫൈൽ ക്രിയേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചലച്ചിത്ര സമീക്ഷ എന്ന് പറഞ്ഞൊരു ബൈലിംഗ്വൽ മാഗസിൻ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ ആർട്ടിക്കിൾസ് എഴുതാറുണ്ടായിരുന്നു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള. അങ്ങനെ ആ ഒരു മാഗസിന് വേണ്ടി തന്നെ ഫിലിം അവാർഡ്സ് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് നമ്മുടെ നടൻ ജയസൂര്യക്കായിരുന്നു. അപ്പോൾ ജയസൂര്യ സൗദൻ അവർ രണ്ടുപേരുമായിരുന്നു. അപ്പോൾ ജയസൂര്യ അവാർഡ് വാങ്ങുന്ന ദിവസം രാവിലെ ജയസൂര്യയുടെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ സെലിബ്രിറ്റി ഇന്റർവ്യൂ അതായിരുന്നു. Okay, Shruti, I'll just put you on hold. Moving on to my next guest. He is Dr. Sharan George. He is a psychologist as well as an illusionist. We'll get to know more about his field. Hi, Sharan. Welcome to Kappa Prime Time. Thank you. Anomalistic psychology. ഈ ഒരു ഏരിയയിൽ PhD എടുത്തൊരു വ്യക്തിയാണ്. അതും ഇന്ത്യയിൽ ആദ്യമായിട്ട് PhD എടുത്തൊരു വ്യക്തിയും കൂടിയാണ്. Can you just brief us about what exactly this area is and who motivated you to get this field also, excel in this field as well? സൈക്കോളജി ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന KE കോളേജ് മാന്നാനത്ത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് മാജിക്കിനോട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ടോം മനോജ് എന്ന് പറയുന്ന സുഹൃത്തിൽ നിന്നാണ് മാജിക്കിൻ്റെ ചെറിയ വിദ്യകളൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നത്. പിന്നീട് പ്രൊഫസർ PM മിത്രയെ പരിചയപ്പെട്ടു. മാജിക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ തുടങ്ങി. മാജിക്കും സൈക്കോളജിയും എൻ്റെ പാഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാനിത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന മേഖലകൾ കണ്ടെത്തി. അത് കൂടുതലായിട്ടും പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു. അപ്പോൾ പാരസൈക്കോളജി എന്ന വിഷയത്തിലാണ് അന്ന് കൂടുതലായിട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ കുറച്ച് മാജിക് പെർഫോമൻസിൻ്റെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ മാജിക് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ പെർസീവ് ചെയ്യുന്ന രീതിയിലല്ല ഓഡിയൻസ് അത് കാണുന്നത്. ഓഡിയൻസിന് ഇതിനെക്കുറിച്ചുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇതെന്തോ പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഇതൊരു സയൻസ് ആയിട്ടൊന്ന് കാണാൻ അന്നത്തെ കാലത്തും ഇന്നു പോലും ആളുകൾ അത്രയും അതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത് മറ്റു കാര്യങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ, റിലീജിയൻ ആണെങ്കിലും പാരനോർമൽ ആയിട്ടുള്ള
കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മളും അത്തരത്തിലുള്ള ഒരു ഇല്യൂഷനിലായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ക്രിട്ടിക്കലായിട്ട് സ്വയം ക്രിട്ടിസൈസ് ചെയ്യുകയും അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇല്യൂഷനാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ പാരസൈക്കോളജി തന്നെ ആ ഒരു സയൻസ് തന്നെ അത് സയൻസ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. അതേ സമയത്ത് തന്നെയാണ് സൈക്കോളജി പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു MK മാത്യു എന്ന് പറയുന്ന പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ റാഷണൽ തിങ്കിങ് ഞങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ ഇത്തരം പാരനോർമൽ എന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് റാഷണലായിട്ട് ചിന്തിച്ചു തുടങ്ങുകയും അങ്ങനെയുള്ള പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. Modern magic, interactive magic, Eastern magic, street magic. Now why I said is we totally know that you are a magician and ഈ ഒരു ഇത്രയും മാജിക്കിൻ്റെ ഫോംസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു മാജിക് ഫീൽഡിലേക്ക് വരുന്നതും ആൻഡ് എത്രത്തോളമാണ് ഡു യു തിങ്ക് ദാറ്റ് ഇന്ത്യയിൽ സ്ട്രീറ്റ് മാജിക്കിന് ഇമ്പോർട്ടൻസ്, ബിക്കോസ് വി ഹാവ് സീൻ അബ്രോഡ് സ്ട്രീറ്റ് മാജിക് ഇസ് ക്വൈറ്റ് ഫേമസ് ആൻഡ് പീപ്പിൾ ജസ്റ്റ് റിയാക്ട് ടു ദാറ്റ്. ഇന്ത്യയിൽ എത്രത്തോളമാണ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്? നമ്മൾ പൊതുവെ പാരനോർമൽ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ് അനോമലിസ്റ്റിക് സൈക്കോളജിയുടെ പഠനങ്ങൾ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പാരസൈക്കോളജിയിൽ ഉള്ള ഒരു പ്രതിഭാസമാണ് സൈക്കോകൈനസിസ്, അഥവാ മനഃശക്തി കൊണ്ട് വസ്തുക്കളെ ചലിപ്പിക്കുക അല്ലെങ്കിൽ വസ്തുക്കളെ ബെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ 1980s യൂറി ഗെല്ലർ എന്ന് പറയുന്ന ഒരു ഇസ്രയേലി മജീഷ്യൻ ഇത്തരം പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും BBC പോലുള്ള ചാനലുകൾ പോലും, അക്കാദമിക്കായിട്ടുള്ള ബുക്കുകൾ അടക്കം BBC പോലുള്ള ചാനലുകൾ പോലും ഇതിനെ വലിയ കാര്യമായി കൊണ്ടാടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, അതിൽ മൈൻഡ് ഓവർ മാറ്റർ എന്ന ബുക്കിൽ, കിറ്റ് പെട്ടറുടെ ബുക്കിൽ സ്പൂൺ വെൻഡേഴ്സ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് യൂറി ഗെല്ലറിൻ്റെ പിക്ചറാണ്. അപ്പോൾ അദ്ദേഹം സ്പൂൺ വളച്ചുകൊണ്ട് നിൽക്കുന്നതിനെക്കുറിച്ച് കിറ്റ് പെട്ലർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് മനഃശക്തി ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ്. യൂറി ഗെല്ലർ അന്ന് ചെയ്തിരുന്ന ആ ഒരു പ്രകടനം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ കയ്യിൽ 2 സ്പൂൺസ് ഉണ്ട്. ഈ 2 സ്പൂൺസിൽ ഒരു സ്പൂൺ ഞാൻ ഉപയോഗിക്കുകയാണ്. നോക്കിക്കോളൂ, ഈ സ്പൂണിലേക്ക് ക്ലിയർ ആയിട്ട് നോക്കിയിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ടെക്സ്ചറിൽ, അതിൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇപ്പോൾ ഈ സ്പൂൺ ഒരു വളഞ്ഞ സ്പൂണായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉപയോഗിച്ചാണ് പാരസൈക്കോളജി എന്ന് പറയുന്ന ഒരു കപടശാസ്ത്രം വളർന്ന് വികസിച്ചു വന്നത്. അപ്പോൾ മാജിക് പഠിച്ചപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് ഇങ്ങനെ എളുപ്പത്തിൽ ആളുകളെ കബളിപ്പിക്കാൻ പറ്റും. സയൻസ് ശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ള ഒരു സൊസൈറ്റിയെയും എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ട്രിക്കറി ഉപയോഗിച്ച് കബളിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് യഥാർത്ഥത്തിൽ മാജിക്കും സൈക്കോളജിയായിട്ട് കമ്പൈൻ ചെയ്ത കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായത്. ഹാൻഡ് ഷാഡോഗ്രാഫി, ജഗ്ലിംഗ്, സൈക്കോളജിക്കൽ ഇല്യൂഷൻ, ഈ മേഖലകളിലൊക്കെ ഡോക്ടർ ഷെറിൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ഡൺ ലോട്ട് ഓഫ് സ്റ്റേജ് ഷോസ്. ആൾക്കാരെ കാണികളൊക്കെ നമ്മളൊരു മുൾമുനയിൽ നിർത്തുന്ന പോലെയാണ് യുവർ പെർഫോമൻസ് യു ബീൻ പെർഫോമിങ് ടിൽ ഡേറ്റ്. സോ എങ്ങനെയാണ് ഈ ഒരു മാജിക് ഫീൽഡിലേക്ക് വരുന്നത്? എങ്ങനെയാണ്? എൻ്റെ ഏറ്റവും വലിയ ഗുണവും ഏറ്റവും വലിയ ദോഷവും എന്ന് പറയുന്നത് ഇൻട്രസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മാജിക് പഠിച്ച് വരുന്ന സമയത്ത് ഒരു ദിവസം മാജിക് പെർഫോമറായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ന്യൂ ഇയർ ഷോ കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ താമസിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ, അതന്ന് ഞാൻ എൻ്റെ ടീച്ചർ രാജമൂർത്തിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, കാരണം എൻ്റെ ഷോ അന്ന് ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് അദ്ദേഹം അവിടെ നിന്ന് ജഗ്ലിങ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കിത് പഠിക്കണം. അത് പക്ഷേ ഒരിക്കലും അതൊരു പെർഫോമൻസിൻ്റെ ഭാഗമാക്കി മാറ്റുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ച്
അതിൻ്റെ ബേസിക്സ് പഠിച്ചു. പിന്നീട് അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെ നിലനിൽക്കുകയും ആ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അതിന് വേണ്ട പിന്നീട് പഠിക്കാനുള്ള മെറ്റീരിയൽസ് അദ്ദേഹം തന്നെ എനിക്ക് കൊണ്ടുതരികയും ചെയ്തു. അദ്ദേഹം US-ലേക്ക് ഒരു ട്രിപ്പ് പോയ സമയത്ത് അതിൻ്റെ മെറ്റീരിയൽസ് അവിടെ നിന്ന് വാങ്ങുകയും എനിക്കത് ഗിഫ്റ്റായിട്ട് തരികയൊക്കെ ചെയ്തു. അങ്ങനെ അത് ജഗ്ലിംഗ് അങ്ങനെ ഷോയുടെ ഭാഗമായിട്ട് മാറി. പിന്നീട് ഇതുപോലെ തന്നെ ഹാൻഡ് ഷോട്ടോഗ്രഫിയിൽ എൻ്റെ അച്ഛന് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാനത് കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യം, ഉള്ളിൽ കിടന്നിരുന്ന താല്പര്യം ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അത് പഠിക്കാനുള്ള സാഹചര്യം കിട്ടുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ പഠിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത്തരം പല വ്യത്യസ്ത മേഖലകളിലേക്ക് വരാൻ കാരണം. ഇതെല്ലാം ഒരു താല്പര്യത്തിന് പുറത്ത് വരുന്നതാണ്. അല്ലാതെ ഇതൊരു ജീവിത ഉപാധിയാക്കണമെന്നോ ഇതൊരു ഷോയിൽ ഉൾപ്പെടുത്തണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്. കുറച്ച് മീനാ തണ്ടം വെച്ച് വരാന് കൊടംപുടിയിട്ട് വെച്ചാ മതി, കലക്കും. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ. All right, Sharon, I'll come back to you. Moving on to my next guest. He is Parthan. Parthan is a filmmaker. He's a director as well as a producer, and also he's excelling in advertising area as well. So let me welcome him. Hi, Parthan. Welcome to Kappa Prime Time. Hi, thank you so much. Thank you. Hi. How's life treating you right now? Yeah, not very good, I'll say. Kind of managing or surviving. That should be the motto for this year, I suppose. Correct. Okay. Right. You've been working as you are a film director, അതോടൊപ്പം തന്നെ executive producer ആണ്, ad filmmaker ആണ്. There are a lot of things adding to your baggage. Now starting from film making, film director ആയിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും you did your studies ഒക്കെ ചെയ്തത് ഇവാനിയസിലും LV പ്രസാദിലും ആയിട്ടാണ് അല്ലേ? So definitely you did have this passion towards direction. ഫിലിമിലേക്ക് വരണം എന്ന് തന്നെ ആയിരുന്നിട്ടുണ്ടാവണം. When did all this start? എപ്പോഴാണ് ഈ ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? സ്കൂളിൽ മുതൽ ഉണ്ടായിരുന്നോ? Yeah, to begin, actually my father was maybe the first reason why I chose filmmaking. Okay. He was a very like ardent film watcher, ഒരു film enthusiast ആയിരുന്നു. പുള്ളിയുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ യങ്ങർ ഡേയ്സിൽ വാസ് പാർട്ട് ഓഫ് ദി ഫിലിം സൊസൈറ്റി മൂവ്മെന്റ് ഇൻ ട്രിവാൻഡ്രം. Okay. So he was seriously into film, like not just a regular viewer. വളരെ കൊമേഴ്ഷ്യൽ അല്ലാത്ത ആർട്ട് ഹൗസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള മൂവീസ് അന്ന് തന്നെ കാണാൻ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്ന ഒരാളായിരുന്നു. സോ ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ കൾച്ചർ ഹി വാസ് like imparting on to me and my brother when we were very small. Okay. One thing was like any movie that released we used to go like first day or at least second day. Wow. And apparthote pothilla any film for that matter. And over and above that he used to like give us glimpses into world cinema. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ ഒരു ഏജ് ഗ്രൂപ്പിൽ എൻ്റെ പിയേഴ്സ് ആയിട്ടുള്ളവർ കാണാൻ ചാൻസ് ഇല്ലാത്ത ക്വാളിറ്റി ഉള്ള കണ്ടന്റ് അന്ന് തന്നെ നമുക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് അച്ഛനൊരു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. ലൈക്ക് he used to take us for English films or other language films which used to come in Trivandrum. Okay. And IFFK was something that I got into when I was into maybe like college തുടങ്ങിയ സമയം മുതലായിരുന്നു. I got into serious film viewing aspects. Okay. But then അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എനിക്ക് പകർന്നു തന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഫിലിംസ്, ഹോളിവുഡ് ഫിലിംസ് ആണെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ഫിലിംസ് ആണെങ്കിലും കാണാനുള്ളൊരു സാഹചര്യവും അതിനുള്ളൊരു എൻകറേജ്മെന്റും തന്നത് എൻ്റെ ഫാദറാണ്. Okay, super. So yeah. That's how it all started. That's how it all started. And then when I got into college, after school, when I wanted to pick up something along the lines of communication അല്ലെങ്കിൽ film making, ആ സമയത്ത് I identified this course in Marivanis College Trivandrum, which was visual and mass communication. രണ്ടിന്റെ ആസ്പെക്റ്റും ഉണ്ടായിരുന്നു. Yes. So it was kind of generic. അതിൽ കൂടുതലും ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അവര് കവർ ചെയ്തിരുന്നത്. വെരി മൈനർ കമ്പോണന്റ് ഓഫ് ഷോർട്ട് ഫിലിം മേക്കിംഗ് ഓർ ഫിലിം വീഡിയോഗ്രഫി, അതിന്റെ ഒരു ചെറിയ കമ്പോണന്റേ ഉള്ളൂ. So there in college, nothing happened in the first year. Like I was expecting some element of film watching അല്ലെങ്കിൽ film theory കുറച്ചുണ്ടായിരുന്നു, but just very academic. ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഒന്നും അവർ തന്നില്ല. But the beginning of second year was again when we were exposed to like proper global content.
ഒരു നല്ലൊരു ഡയറക്ടർ ഷുഡ് ബി ഏബിൾ ടു കൺവേ ദ സ്റ്റോറി ലൈൻ ആസ് സച്ച്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് റിഫ്ലെക്റ്റഡ് ഇൻ യുവർ ഫസ്റ്റ് മൂവി. വൺ എന്ന് പറയുന്ന ഫിലിമിൽ ഭയങ്കര ഗുഡ് റിവ്യൂസ് ആണ് ഫിലിമിന്. ആൻഡ് ദാറ്റ് വാസ് യുവർ ഫസ്റ്റ് ഡെബ്യൂ ഫിലിം അല്ലേ? ഫിലിം ഡയറക്ടർ. മൈ ഡെബ്യൂ ഫിലിം. അതും again actually my original debut was to be a screenwriter. Okay. ഞാൻ ഒരു റൈറ്റർ ആയിട്ടാണ് ഒറിജിനലി സിനിമയിൽ വരാനിരുന്നത്. Okay. But then that project did not happen. അതിന് കുറച്ച് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വന്നിട്ട് അതിന്റെ പ്രോജക്ട് ഗോട്ട് ഷെൽഫ്ഡ്. അപ്പൊ ആ സമയത്ത് മൈ ബ്രദർ ഹീസ് എ റൈറ്റർ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റൈറ്റർ അല്ല, ഹി റൈറ്റ്സ് വെൽ, ബട്ട് ഹി വാസ് വർക്കിംഗ് ഇൻ UAE that time. Okay. പുള്ളി നാട്ടിൽ വന്ന ഒരു ഹോളിഡേ, ഒരു ഫെബ്രുവരി 2013 നാട്ടിൽ ഒരു 10-15 ദിവസം വന്നായിരുന്നു. ആ സമയത്ത് when we were sitting അപ്പൊ my movie was supposed to happen, the movie I was writing but did not happen. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കും കൂട്ടത്തിൽ പുള്ളി പറഞ്ഞിട്ട് why don't you do something small, like you are a film director, direction ആണ് പഠിച്ചത്, why don't you make a small film to see how you can handle the craft. ഒരു പടത്തിന്റെ പുറകെ പോവാതെ do something that is within your craft so that you can learn the trade. ആ ഒരു അഡ്വൈസിൽ ആൻഡ് മൈ ബ്രദർ വാസ് വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്. പുള്ളി ഒരു 50% അതിന്റെ ഫണ്ട് തന്നു. പുള്ളിയുടെ വേറൊരു കൊളീഗ് ആൻഡ് ഫ്രണ്ട് UAE ആളാണ് ബാക്കി 50% തന്നത്. അങ്ങനെ ഒരു വളരെ ലിമിറ്റഡ് ബജറ്റിലാണ് ഞാൻ വൺ ചെയ്തത്. സർ നമുക്ക് പോവാ സർ. സർ എന്തായി സർ? സർ സർ നമുക്ക് പോവാ സർ. സർ സർ എന്താ പറ്റി സർ? സർ നമുക്ക് പോവാ സർ. എന്താ ഇങ്ങനെ നിൽക്കുന്നത് സർ? നമുക്ക് പോവാ സർ. സർ സർ പ്ലീസ് സർ. സർ എന്താ സർ ഒന്നും മിണ്ടാത്ത? സർ നമുക്ക് പോവാം സർ. സർ 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 നമുക്ക് പോവാം സർ. സർ പ്ലീസ്. Alright, Parthan, I'll come back to you. So ശ്രുതിക്ക് മീഡിയ ഫീൽഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഏരിയ അല്ല, ബിക്കോസ് ഓൾറെഡി യു ആർ ഡൂയിങ് ആങ്കറിങ്. അറ്റ് ദ സെയിം ടൈം ഇപ്പം നോക്കുകയാണെങ്കിൽ ഫിലിമിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ് പ്രൊഫഷൻ ദാറ്റ് യു ഹാവ് ചോസ് സൈഡ് ബൈ സൈഡ്? സിനിമ എനിക്ക് എപ്പോഴും താല്പര്യമുള്ളൊരു മേഖലയാണ്. അപ്പം സിനിമകൾ കാണാനായാലും മിക്കവാറും സിനിമകളെല്ലാം റിലീസ് ചെയ്യുമ്പോൾ തന്നെ കാണാറുണ്ട്. അപ്പം സിനിമയെ പറ്റി കൂടുതൽ അറിയാനും വായിക്കാനും എല്ലാം താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് എനിക്ക് അറിയുന്നൊരു ടീം ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ, ആ ഒരു സിനിമയ്ക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓഫർ വരുന്നത്. അപ്പോൾ എനിക്ക് സിനിമയെ പറ്റി കൂടുതൽ അറിയാനിപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുന്ന 2 മണിക്കൂർ സിനിമയുടെ പുറകെ ഒരുപാട് പേര് കുറേ ദിവസത്തെ അധ്വാനമാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഓക്കെ അറിയുന്നൊരു ടീമിൻ്റെ കൂടെ നിന്ന് പഠിക്കാനുള്ളൊരു ഓഫർ കിട്ടുകയാണ്. അപ്പോൾ ഓക്കെ അത് കളയണ്ട, ചെയ്യാമെന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്നെല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊച്ചിയിൽ തന്നെയായിരുന്നു ഷൂട്ടൊക്കെ. മാർഗംകളി എന്ന് പറഞ്ഞ് ഒരു സിനിമ കംപ്ലീറ്റ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയമായതുകൊണ്ട് അത് എനിക്ക് അറിയുന്ന ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ. വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. അത്രത്തോളം നമുക്ക് എക്സ്പ്രഷൻസ് ആൻഡ് എക്സ്പ്രസീവ് ആയിരിക്കണം. ആൻഡ് ലോട്ട് ഓഫ് തിങ് ദാറ്റ് ആഡ്സ് ഓൺ ടു ഇറ്റ്. ഹൗ പാഷനറ്റ് ആർ യു അബൌട്ട് ദിസ് വർക്ക്? ഞാൻ ആദ്യമായിട്ട് ഡബിങ് ചെയ്യുന്നത് ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ്. 2 വർഷം മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഡബ് ചെയ്തത്. അന്ന് എനിക്ക് ഡബിങ്ങിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഓഫർ വന്ന് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ചെയ്തതാണ്. അന്ന് അതിന് അത്യാവശ്യം നല്ല അഭിപ്രായം പറഞ്ഞു അവർ. പക്ഷെ ആ സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ ആസ് എൻ ആർട്ടിസ്റ്റ്, ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നൊരു കോൺഫിഡൻസ് വളരെ വലുതാണ്. അപ്പോൾ ഇനിയും ഡബിങ് ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയുക കോൺഫിഡൻസ് വന്നത് അതിനുശേഷമാണ്. അത് ഞാൻ കൊച്ചി ലാൽ മീഡിയയിൽ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം സീരിയൽസ്, അതുപോലെ ഷോർട്ട് ഫിലിംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഡബിങ് ചെയ്തിട്ടുള്ളത്. മൂവീസ് പിന്നെ അധികം ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്ത മൂവി മാർഗംകളിയിൽ ഞാനൊരു ചെറിയ പോർഷൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ മൂവീസ് ഞാൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്തരം ഓഫേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മൂവീസ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. Obviously, everybody would be asking you. You are very good in singing and anchoring and voice കൊടുക്കുന്ന എല്ലാ മേഖലയും നോക്കുകയാണെങ്കിൽ ആക്ടിങ്ങിൻ്റെ ഒരു ബേസ് ലൈൻ ഇസ് there. So, have you ever tried in movies or you don't want to be an actor? എങ്ങനെയാണ്? താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിനിമ ഇഷ്ടമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ അതിലൊന്നാണല്ലോ ആക്ടിങ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വിരോധമൊന്നുമില്ല. എനിക്കിഷ്ടമാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടുവിട്ട്
கேட்டு பாரும் தேன் கிளி கூட்டு தேடி எங்கோ போய் நீ. Okay, that's so nice. So, well, what are your future plans, Shruti? മീഡിയ ഫീൽഡിൽ ഇനിയും കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നല്ല പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യണം. എൻ്റെ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റിയൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. സോ അങ്ങനെ ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മ്യൂസിക്കും കൂടെ കൊണ്ടുപോകണം. ഇപ്പം 1-2 മ്യൂസിക് വീഡിയോസിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പല തിരക്കുകൾ കാരണം ഇത്രയും കാലം അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് എൻ്റെ ഇനിയുള്ള പ്ലാൻസ്. അതുപോലെ തന്നെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിക്കഴിഞ്ഞാൽ അതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. Alright, Shruti. So, before I wind up the show, I would request you to sing another song for the audience. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ നിനയാം നനയാം നീരാടിയാടും നിരസന്ധി വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു അതിലിന്ദ്രനീലലയ ഭാവം കുങ്കുമമേഘം കുളിരു കോർക്കുമോ മഞ്ഞള പോലെ ഉലാവാം അമ്പിളി നാളം പതിനേറ്റുമോ തമ്പുരു പോലെ തന്നോടാം. Wow, that's really nice. Thank you so much, and God bless you, Shruti, abundantly. So, keep up the good work and all the very best for your future. Moving on to my next guest, he is Roji. He is a karate instructor, and especially he is focusing on one area. We'll get to know more about his work. Hi Roji, welcome to Kappa Prime Time. Thank you. ഷോറൻ റേയു റേഹോക്ക് എന്ന് പറയുന്ന ഈ ഒരു കരാട്ടയുടെ സ്പെസിഫിക് ഫോമിൻ്റെ ഇന്ത്യയിലെ ചീഫ് ഇൻസ്ട്രക്ടറാണ്. റോജി, ഇതൊരു പഴയ ഫോമാണ്. ടു മൈ നോളജ് ഇറ്റ്സ് എൻ ഓൾഡ് ഫോം. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ഒരു ആർട്ട് ഫോം, ഐ മീൻ കരാട്ടെ ഫോമിനെ കുറിച്ച് പറയാമോ? അത് എത്രത്തോളമാണ് ഇപ്പോൾ അത് റെലവൻ്റ് ആയിരിക്കുന്നത്? ഒക്കിനാവ ഷോറൻ റേയു റേഹോക്കൻ കരാത്തയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കരാത്തയുടെ ഈത്തില്ലമായ ജപ്പാനിലെ ഒക്കിനാവയിലാണ്. ഈ അസോസിയേഷൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കരാത്തയുടെ തന്നെ വെപ്പൺസ് വിങ്ങായ കൊബുഡോയിലും കരാത്തയിലും റെഡ് ബെൽറ്റുള്ള ഒരു പ്രശസ്തനായ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് നാനോബു അഹോഗോൺ എന്നാണ്. ഒക്കിനാവൻ ഷോറൻ റേയു റേഹോക്കൻ കരാത്തെ തികച്ചും ഒരു ട്രഡീഷണൽ കരാത്തയാണ്. അത് സ്പോർട്സ് കരാത്തെ അല്ല. റോജി എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്? ആൻഡ് ഹൗ ഡിഡ് യു ബിക്കം ദ ഇൻസ്ട്രക്ടർ? ഇന്ത്യൻ ലെവലിലെ ഇൻസ്ട്രക്ടർ എങ്ങനെയാവുന്നത്, ചീഫ് ഇൻസ്ട്രക്ടറായി മാറുന്നത്? ഇൻ്റഗ്രേറ്റഡ് മാർഷൽ ആർട്സ് അക്കാഡമിക്ക് ഷോറൻ റേയു റേഹോക്കൻ്റെ അഫിലിയേഷൻ ലഭിച്ച ശേഷം ഞാൻ എല്ലാ വർഷവും ഒക്കിനാവയിൽ പോയി 15 ദിവസം നിന്ന് മാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് കരാത്തെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് 3-ാമത്തെ വർഷം ട്രെയിനിങ്ങിന് പോയപ്പം മാസ്റ്ററിന് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ആ വർഷമാണ് എന്നെ ഷോറൻ റേയു റേഹോക്കൻ കരാത്തയുടെ ഇന്ത്യൻ ചീഫാക്കുന്നത്. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം വിന്നറാണ് റോജി. 101 മാരുതി ജിപ്സി A1 വണ്ടീനെ മേളിൽ കൂടി, ഐ മീൻ അബവ് യു, ഒറ്റയടിക്ക് ഇങ്ങനെ ഓടിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല റോജി. ബട്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഇസ് വെരി സ്കെയറി. ആൻഡ് ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു വണ്ടി കയറി പോകുമ്പോൾ തന്നെ ഉള്ളൊരു പേടി നമുക്കറിയാം. ഈ 101 വണ്ടികൾ കയറിപ്പോയപ്പോൾ ഉള്ള അവസ്ഥ എന്തായിരുന്നു? ആൻഡ് വാട്ട് മേഡ് യു ഡു ദാറ്റ് ആക്ട്? ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ കുട്ടികളാണ്, എൻ്റെ മക്കളാണ്. അതായത് മാർഷൽ ആർട്സ് ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് മറ്റാരും ചെയ്യാത്ത എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു പെർഫോമൻസ് നടത്തണം എന്ന് തോന്നി. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ 101 മാരുതി ജിപ്സി വാരിലൂടെ കയറ്റി ഇറക്കുന്നത് തിരഞ്ഞെടുത്തത്. ഇത് ചെയ്തതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് യൂത്ത്സിന് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക,
ഇൻസ്പിറേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ഇതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയത് ഒരു 4 മാസത്തോളം എടുത്തു. ദിവസം 6 മണിക്കൂറോളം ഫിസിക്കൽ ഫിറ്റ്നസ്സും മെഡിറ്റേഷനും മറ്റുമായി ചെലവിട്ട് ഈ 4 മാസം അത് ടോ മുതൽ ഷോൾഡർ വരെയുള്ള നെക്ക് വരെയുള്ള ഭാഗത്തിന് നല്ലപോലെ എക്സസൈസ് ചെയ്തു. അബ്ഡോമിനിലേക്കൂടെ ആണ് വണ്ടി കയറ്റി ഇറക്കുന്നത് എങ്കിലും മറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതുപോലൊരു തീവ്രമായ പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്തു. ഈ 101 വണ്ടി കയറി ഇറക്കിയതിനിടയിൽ പല പ്രാവശ്യം വണ്ടി വയറക്കൂടെ അല്ലാതെ മുകളിൽ കൂടെയും താഴെ കൂടെയൊക്കെ മാറി കയറി ഇറങ്ങിപ്പോയി. പക്ഷേ അതുകൊണ്ട് എനിക്ക് യാതൊരു പരിക്കും ഉണ്ടായില്ല. ബാബ ആംടെ നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രോഗ്രാം 1985 കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ സൈക്കിൾ ഓടിച്ചൊരു വ്യക്തിയും കൂടിയാണ് റോജി. അന്ന് റോജിക്ക് എത്ര വയസ്സായിരുന്നു? ആൻഡ് വാസ് ദാറ്റ് എ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്? ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ഹാവ് ബീൻ, ബട്ട് ദെൻ ഹൗ ഡു യു ഫീൽ അതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു? പ്രശസ്ത സോഷ്യൽ വർക്കറായിരുന്ന ബാബ ആംടെ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടി സംഘടിപ്പിച്ച ഒരു എക്സ്പെഡീഷനായിരുന്നു അത്. എനിക്കന്ന് 19 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ റാലിക്ക് പോകുമ്പോൾ. കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ 5300 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും കൂടി 125 യൂത്ത്സ് ഉണ്ടായിരുന്നതിൽ. ഞങ്ങൾക്കത് ഈ റാലി പൂർത്തീകരിക്കാൻ 109 ദിവസം എടുത്തു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കൾച്ചർ അടുത്ത് മനസ്സിലാക്കാൻ, നമ്മുടെ സംസ്കാരം, അതിലെ നന്മകളും തിന്മകളും എല്ലാം അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ച ഒരു യാത്രയായിരുന്നു. All right, Roji, I'll come back to you. So, Dr. Sharon, മാജിക് ആൻഡ് ഷാഡോഗ്രഫി എടുത്തു പറയുകയാണെങ്കിൽ തന്നെ കസ്റ്റമൈസ്ഡ് വേർഷൻ യു ഹാവ് ഗിവൺ ടു കോർപ്പറേറ്റ്സ്, ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിനൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാം. മാജിക് പ്രൊഫഷണലായിട്ട് ചെയ്തു തുടങ്ങിയ കാലഘട്ടത്തിൽ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എൻക്വയറി എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റുമായിട്ട്, ഇപ്പോൾ എനിക്ക് അവർ കമ്പനികൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുമായിട്ടോ അവരുടെ ലോഗോയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് മാജിക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ യെസ് എന്നാണ് ആൻസർ പറയേണ്ടത്. ഞങ്ങൾ അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങനെ വന്ന ഒരു അവസരമാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 7 എന്ന ഒരു പ്രൊഡക്റ്റ് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ആ തീം തന്നെ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ തീമുമായിട്ട് ബന്ധപ്പെട്ട്, ആ തീം അവർ തന്നാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ആ തീമുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുഴുവൻ മജീഷ്യൻസാണത് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ട്രിവാൻഡ്രത്ത് മൂർത്തി സാറും എറണാകുളത്ത് ഞാനും മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് മജീഷ്യൻസും, അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ പല മജീഷ്യൻസ് ഒരേ സമയത്താണത് ചെയ്തത്. അങ്ങനെയുള്ള പല അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. വീജ ബോർഡ്, പെൻഡുലം എക്സ്പേർട്ട്, സ്പിരിച്വൽ ഹീലേഴ്സ്, ഇവരൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ഏരിയനെ യു സെഡ് ദാറ്റ് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത ഏരിയാസ് എന്നാണ്. എന്തുകൊണ്ടാണ്? വൈ ഡു യു ഫീൽ ദാറ്റ് ദിസ് ഇസ് ആൻ ഏരിയ വിച്ച് യു ഷുഡ് നോട്ട് ട്രസ്റ്റ്? ഓജോ ബോർഡും പെൻഡുലവും ഒക്കെ വർക്ക് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഇഡിയോ മോട്ടോർ റെസ്പോൺസ് അഥവാ ചിന്തിക്കുന്നതിനനുസരിച്ച് ശരീരം ചലിക്കുന്നു എന്നുള്ള ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ഇതിനു മുൻപ് മൈക്കിൾ ഫാരഡെ തുടങ്ങിയ ആളുകളൊക്കെ അത്തരം പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എംഫിലുമായിട്ട് ബന്ധപ്പെട്ട പഠനവും ഓജോ ബോർഡും പെൻഡുലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ സ്പിരിച്വൽ ഹീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സ്പിരിച്വൽ ഹീലേഴ്സ്, ഫോർച്യൂൺ ടെല്ലേഴ്സ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ സാധാരണ മനുഷ്യർ തന്നെയാണ്. അവർ ഓരോ തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്പിരിച്വൽ ഹീലിംഗ് ആണെങ്കിൽ രോഗം ഭേദപ്പെടുത്തുന്നു എന്നുള്ള പേരിൽ അത് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാലേ അറിയാം, കൊറോണ പോലുള്ള ഒരു സമയത്ത്, മാരകമായൊരു സമയത്ത് ഇവരെ ആരെയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളില്ല എന്നുള്ളത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരു 1 lakh rupees ചാലഞ്ചുമായിട്ട് ഡോക്ടർ ഷെറിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പാരനോർമലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉള്ള എബിലിറ്റീസ് ഉള്ള ആളുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്
നമുക്ക് അത്തരത്തിലുള്ള ഒരു മാർഗമാണ് നിലവിലുള്ളത്. കാരണം ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരു റിവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണയിൽ അത്തരം കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു 1 lakh rupees ചലഞ്ച് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമൊന്നുമല്ല. ഇത് പലരും കേരളത്തിൽ തന്നെ AT കോര് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് 2007-ഓ 2008-ലാണെന്ന് തോന്നുന്നു. ഞാനും മൂർത്തി സാറും കൂടി ഒരു ടെലിവിഷൻ ചർച്ചയിലിരിക്കുമ്പോൾ ഓജോ ബോർഡിൻ്റെ ഒരു എക്സ്പേർട്ടിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് ഓജോ ബോർഡ് മാത്രമല്ല, ഫോർച്യൂൺ ടെല്ലിങ്ങും സ്പിരിച്വൽ ഹീലിങ്ങും പിന്നെ അത്തരത്തിലുള്ള അതീന്ദ്രിയമായ കഴിവുകളുണ്ട് എന്ന് അവകാശപ്പെടുന്ന പല ആളുകൾക്കും മുന്നിലേക്ക് ഈ ഒരു ചലഞ്ച് ഞങ്ങൾ വെച്ചിരുന്നു. പക്ഷേ പലരും അത് അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ കാര്യമായിട്ടൊരു പഠനഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പിന്മാറുകയാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. ആംസ്റ്റർഡാമിൽ സൈക്കോളജിക്കൽ ഇല്യൂഷൻ ഷോയിൽ യു റിസീവ്ഡ് ആൻ ഇൻവിറ്റേഷൻ there. Can you share an experience that you had there and how was it? How did you get the invitation and how did all these things happen? ആംസ്റ്റർഡാം ഇന്ത്യ ഫെസ്റ്റിവൽ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിദേശ പര്യടനമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്തുള്ള ആശങ്കകളും അവിടെ ചെന്നതിന് ശേഷം വലിയ ആർട്ടിസ്റ്റുകളെ കണ്ടപ്പോൾ ഉള്ള ഒരു അമ്പരപ്പൊക്കെ എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ മറ്റു പെർഫോമേഴ്സ് എന്ന് പറയുന്ന ഉസ്താദ് സക്കീർ ഹുസൈൻ, ഹരിപ്രസാദ് ചൗരസി ഇവരൊക്കെയാണ്. ഒരു ഇന്ത്യൻ തീം ഉപയോഗിച്ചുകൊണ്ട് അത്തരം വസ്ത്രധാരണവും ഒക്കെ ആയിട്ട് ഈസ്റ്റേൺ രീതിയിലുള്ള സ്റ്റേജ് പെർഫോമൻസാണ് ഞാനന്ന് അവിടെ ചെയ്തത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് എൻ്റെ അധ്യാപകൻ കൂടിയായ മജീഷ്യൻ R. രാജമൂർത്തിയാണ്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്നെ ഇവിടുന്ന് ഒരുക്കി പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തതെന്ന് അങ്ങോട്ട് വിടുകയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കൾച്ചറൽ വാല്യൂ എന്താണ്, ഒരു മാജിക്കിനകത്ത് മാജിക് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റ് കൾച്ചറിലുള്ള ആളുകൾ നമ്മുടെ കൾച്ചറിനെ സ്വീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ആ ഒരു ട്രിപ്പിലാണ് എനിക്ക് കിട്ടിയത്. ഡോക്ടർ, എനിക്ക് ജനറലി ഒരു സംശയമാണ് കേട്ടോ. നമുക്ക് ജനറലി ചോദിക്കുന്നതിന് ചോദിക്കാമല്ലോ, എസ്പെഷ്യലി ദ ഏരിയാസ് ദാറ്റ് യു ഹാവ് ബീൻ സ്പെഷ്യലൈസിങ് ആൻഡ് യു വിൽ നോ മോർ അബൌട്ട് ഇറ്റ്. ഈ സ്പിരിറ്റ്സിൽ ഡോക്ടറിന് വിശ്വാസമുണ്ടോ? സ്പിരിറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഹാരി ഹൗഡിനിയുടെ ഒരു പഴയ പോസ്റ്ററാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഡു യു ബിലീവ് ഇൻ സ്പിരിറ്റ്സ്? അപ്പോൾ അതിൻ്റെ താഴെ വലുതായിട്ട് നോ എന്നൊരു എഴുത്താണ് അതിൻ്റെ ഒരു പോസ്റ്റർ. പാരാനോർമലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ സ്പിരിറ്റ് ഉണ്ടോ ഇല്ലയോ എന്താണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളാണ് ഈ സ്പിരിറ്റായിട്ടും ഹെവനായിട്ടും ഒക്കെ മാറുന്നത്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള അബോധ തലത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഈ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം നിർവഹിക്കാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്കുള്ളിലുണ്ട്. ആ ആഗ്രഹങ്ങളാണ് സ്പിരിറ്റായിട്ടും ഒക്കെ അത്തരത്തിലുള്ള ബിലീഫുകളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. സ്പോർട്സ് സൈക്കോളജി ആൻഡ് നോർമൽ സൈക്കോളജി രണ്ട് മേഖലകളിലാണ്. ആൻഡ് സ്പോർട്സ് സൈക്കോളജി പഠിച്ചിരിക്കുന്നത് യു ഹവ് ലേൺഡ് ഇറ്റ് ഫ്രം ഡോക്ടർ സഞ്ജീവ്. സോ എങ്ങനെയാണ് ഈ സ്പോർട്സ് സൈക്കോളജി നോർമൽ സൈക്കോളജിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയി നിൽക്കുന്നത്? സ്പോർട്സ് സൈക്കോളജിയിൽ കിട്ടിയ ഒരു ട്രെയിനിങ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സ്പോർട്സ് സൈക്കോളജിയിൽ പലതരത്തിലുള്ള എക്യുപ്മെൻറ്റുകളെ പരിചയപ്പെടാൻ പറ്റി. സൈക്കോ ഫിസിയോളജിക്കൽ ഡയഗ്നോസ്റ്റിക് ഡിവൈസസ്, നമ്മളിപ്പോൾ ലൈ ഡിറ്റക്ഷനിലാണെങ്കിലും അതുപോലെ ബയോ ഫീഡ്ബാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രെയിനിങ്ങിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റിനെ അല്ലെ പലതരത്തിലുള്ള എക്യുപ്മെൻറ്റുകളെ നമുക്ക് പരിചയപ്പെടാനും അതിൻ്റെ ഒരു കോഴ്സ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. സഞ്ജീവ് പി സാഹനി അദ്ദേഹം വിദേശത്ത് പഠിച്ച ആളാണ്. വിദേശത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ ആ ഒരു കോഴ്സ് പാസ്സായിട്ടുള്ള ഒരേ ഒരാൾ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കാരണം മറ്റു പല മേഖലകളിലും സ്പോർട്സ് സൈക്കോളജിയിൽ അല്ലാതെ തന്നെ മറ്റു പല സൈക്കോളജി മേഖലകളിലും ഇത്തരം എക്യുപ്മെൻറ്റുകളും അതിൻ്റെ ട്രെയിനിങ്ങുകളും ഗവേഷണങ്ങളും ഒക്കെ തുടരാൻ അത് സഹായിച്ചിട്ടുണ്ട്. Alright, so ലോക്ക്ഡൗണിൽ ഡോക്ടർ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഡോക്ടറുടെ അപ്ഡേറ്റ്സ് ഒന്ന് പറയാമോ? ലോക്ക്ഡൗൺ പീരീഡിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എനിക്കതിന് മുൻപാണ്, കുറച്ച് മുൻപാണ് ഒരു ആൺകുട്ടി ഉണ്ടായത്. അപ്പോൾ എൻ്റെ കുട്ടിയും ഭാര്യയും ഒക്കെ ഭാര്യയുടെ വീട്ടിലായി കുടുങ്ങിപ്പോവുകയും അതുപോലെ അനിയൻ്റെ ഭാര്യയും മറ്റൊരു സംസ്ഥാനത്ത്, അങ്ങനെ വേണ്ടപ്പെട്ട ആളുകൾ, അളിയനാണെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത്, അങ്ങനെ പലരും പല സ്ഥലങ്ങളിലായി കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് ലോക്ക്ഡൗൺ ഉണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ആ സമയത്തെ വേണ്ട രീതിയിൽ തന്നെയാണ് ഞാൻ യൂട്ടിലൈസ് ചെയ്തത്. കാരണം കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ, കാരണം നമുക്ക് വായിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു, കുറേ പ്രാക്ടീസുകൾ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക്ഡൗണിൽ സാധിച്ചു.
All right, thank you so much, Sharon, for being on our show. It was really nice getting to know more about your area where you have, you have been excelling. So thank you so much and all the very best for your future. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. Moving on to Parthen. But another area, Parthen, where you have, you are excelling is right now in the advertising area. Right. Unlike film, advertisement is totally different. You have to convey the message within a short time. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. So, how did advertising start for you? Again, advertising, I'll have to go back to my father because പുള്ളിയായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ ഫാമിലി അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് കാല് വെച്ചത്. Okay. When he was working with, he had an internship with All India Radio in 1980. Okay. പുള്ളി ആ സമയത്ത് he was doing his research in Malayalam literature. PhD സമയത്ത് thesis time ആയിരുന്നു. അപ്പം he had a stint in Agashwan. Okay. അപ്പൊ അന്ന് he was attached with the program producer called Mr. P. Patnarajan, who used to work with Agashwani അന്ന്. Later he became a reputed filmmaker. Yes. അപ്പം പത്മരാജന്റെ കൂടെ ആയിരുന്നു അച്ഛൻ അന്ന് വർക്ക് ചെയ്തത്. അപ്പൊ പുള്ളിയുടെ കൂടെ ഇരിക്കുമ്പോൾ റേഡിയോ സ്പോട്ടുകളും സ്ക്രിപ്റ്റുകളും എഴുതുന്ന ഒരു അസൈൻമെന്റും പുള്ളി ഫാദർ ചെയ്യുമായിരുന്നു. അങ്ങനെ he started a small radio agency called Sravya in 1980. And then over the years അത് പയ്യെ organically വളർന്ന് it became, my father was a teacher. The teaching profession പയ്യെ വിട്ടിട്ട് he got into advertising full time. Okay. അങ്ങനെയാണ് പിന്നെ Sravya എന്ന് പറയുന്ന നമ്മുടെ ഔട്ട്പുട്ടിനെ പയ്യെ organically grow ചെയ്ത് now it is around 40 years now. And Nice. They've been functioning like across all media. Super. I made my entry in 2009. എന്റെ PG കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെവിയയിൽ ജോയിൻ ചെയ്യുന്നത്. Okay. And my father retired in 2011. And for the past 9 years I've been running the show. അതിലും ആറ്റ് ഫിലിംസ് എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സിൻസ് ഐ എം എ ഫിലിം മേക്കർ, ഐ വുഡ് വാണ്ട് ടു ടെൽ മൈ സ്റ്റോറീസ് ഇൻ ദ വിഷ്വൽ ഓർ നറേറ്റീവ് ടെക്സ്ചർ. അപ്പൊ അതായിരുന്നു വൈ ഐ പിക്ഡ് ഓൺ ആറ്റ് ഫിലിംസ് പെർ സെ. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. നൗ ഇതും മാറ്റി വയ്ക്കുകയാണെങ്കിൽ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് യു വെയർ ക്വൈറ്റ് ഫേമസ് ഇൻ ടിക്ടോക്ക് ഡൂയിങ്, അതും കൂടുതലും ചെയ്യുന്ന ഫഹദ് ഫാസിലിന്റെ കുറച്ച് ഏരിയാസ് ആണ്. വൈ ഇസ് ഇറ്റ് സോ? I think because of the hair loss maybe. Oh my god. There was this visual എന്താ പറയാ ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. Actually TikTok was a very brief episode that happened mainly due to boredom. ആ സമയത്ത് നമ്മളെല്ലാരും വീട്ടിലായിരുന്നു. So some friends of mine got into cooking. Okay. Some others got into vlogging. അങ്ങനെ people start exploring different areas of their creative field. Very ആ true. സമയത്ത് like one friend of mine was into TikTok. അവൻ പറഞ്ഞിട്ടാണ് അവന്റെ കൂടെ ഒരു ഡിബേറ്റ് വീഡിയോ ചെയ്തത്. Okay. അത് ഭയങ്കര വ്യൂസ് ആയി ഭയങ്കരതായി. അപ്പോഴത്തേക്ക് ആകുമ്പോൾ ചേട്ടാ നമുക്കൊരു കാര്യം ഇവിടെ ഇറക്കാം. നമുക്കിനി കൊളാബറേറ്റ് ചെയ്യാം. Yeah, that's how the collaboration started. എന്താണ് സംസാരിച്ചോണ്ടിരുന്നത്? ഒന്നല്ല ചുമ്മാ പറ. Now doing a film ചെയ്ത ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടും പോകുന്നുണ്ടായിരുന്നു. You are still working, I guess. So എത്രത്തോളമാണ് പുതിയ ജനറേഷൻ ഫിലിം മേക്കിങ്ങിനെ കാണുന്നത്? ഇപ്പം എന്റെ ജനറേഷൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇഫ് യു നീഡ് ടു ലേൺ ഫിലിം മേക്കിംഗ് ദർ ആർ 2 ways to it. Either you go assist a reputed filmmaker, അതിൽ അസിസ്റ്റന്റ് ആയിട്ട് 1, 2, 3, 4 ഫിലിംസ് വർക്ക് ചെയ്യുക. You learn the trade, learn the craft, and then you slowly migrate to become a filmmaker. Correct. And the other way is to go to film school, which is more organized, which is more എന്താ പറയാ, ആസ് എ ഫിലിം മേക്കർ നമുക്ക് നമ്മുടെ സ്റ്റൈൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറച്ചൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫിലിം സ്കൂൾ ആണെങ്കിൽ. So that's from my experience because I had an option to go join 1 or 2 filmmakers, but I opted of joining a film school. Okay. So അവിടെ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആണ് പ്ലാൻ, കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണ്. We get to do projects in a timely manner. നമുക്ക് like 2 years after when you graduate you have a portfolio with you. Correct. 10 നല്ല projects, different kind of projects നമ്മുടെ കയ്യിലുണ്ട്. So you are more set to become like filmmaker from my experience in a film school. Like fast forward 10 years, like today if a young person or a young guy wants to or girl wants to become a filmmaker, they are much more exposed to content. Very true. But YouTube ന്റെ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിന്റെ ഒരു പ്രസൻസ് കൊണ്ട് you get to watch all sorts of major എന്താ പറയാ സീരീസ് ആണെങ്കിലും അതെ ഫിലിംസ് ആണെങ്കിലും അതെ ഇറങ്ങുന്ന അന്ന് തന്നെ നമ്മളിത് കാണുകയാണ് ട്രിവാൻഡ്രത്തിരുന്ന് അല്ലെങ്കിൽ കൊച്ചിയിലിരുന്ന് കാണുക. And you are exposed to content and you are more sensitized to content. And again നമ്മളിപ്പം കുറെയൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും
there is this whole element of political correctness that they get to learn. Very true. That before they watch or before they make a film. Yes. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ ഒരുപാട് റീസെന്റ് മൂവി കപ്പേല ഇസ് ഹാവിംഗ് മിക്സഡ് റിവ്യൂസ് ബിക്കോസ് ഓഫ് ഇറ്റ് പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ. നമ്മൾ അതിന്റെ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്, ബട്ട് സ്റ്റിൽ there is a dialogue happen. And each movie releases, there's a dialogue happening on what is right and what is not right in terms of representation of content in cinema. Very true. Which is a very valid point, because ഞങ്ങളുടെ സമയത്ത് when I used to learn, nobody was there to teach me or nobody was there to tell me this is right and this is wrong. Innipa right now, before you make your first film or a first short film, you are already aware of what is right or what is wrong. At least the dialogue is happening. You are aware. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ നമ്മളൊരു ഒരു ഒരു ഡാർക്ക് സ്കിൻ്റെ ഒരാളെ കാണിക്കുമ്പം അയാൾക്കൊരു ഫണ്ണി ഡ്രോപ്പ് കൊടുക്കുന്നത് ശരിയല്ല. Or making fun of his skin color is not right, it's not done. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അഹങ്കാരിയായ അല്ലെങ്കിൽ സെൽഫ് എന്താ പറയാ മെയ്ഡ് ആയിട്ടൊരു പെൺകുട്ടിയെ കളിയാക്കുന്നതിലൂടെ ഹ്യൂമർ കാണുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ഒരു ഇക്വാലിറ്റി ഇൻ ജെൻഡർ, ഇക്വാലിറ്റി ഇൻ കാസ്റ്റ്, കളർ, റേസ്, പൊളിറ്റിക്സ് എന്നുള്ളത് നമുക്ക് ആദ്യമേ നമ്മൾ ഈ ഡയലോഗിൽ എൻഗ്രോസ്ഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് സെൻസിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. Now, ഇപ്പോഴത്തെ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. യു ഹാവ് സർവ്ഡ് ആസ് ആൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ യു വിൽ ഡെഫിനറ്റ്ലി നോ എത്രത്തോളമാണ് ഈ ഒരു സ്റ്റേജ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ കറന്റ് സിറ്റുവേഷൻ റൈറ്റ് നൗ? എനി വർക്ക്സ് കമ്മിങ് അപ്പ്? ആർ യു വർക്കിംഗ് ഓൺ ഇറ്റ്? ആക്ച്വലി like lockdown സമയത്ത് I've been rewriting on a bunch of like scripts that I've already written. And actually like late 2019 I had prepared 2 films to be made in this year. Okay. One was a thriller and one was a coming of age comedy. Oh nice. But yeah, രണ്ടിന്റെയും premise ഒന്നിന്റെ സ്ക്രീൻ പ്ലേ ഫുൾ ആയിരുന്നു, ഒന്നിന്റെ പ്ലോട്ട് ഔട്ട്ലൈൻ ഫുൾ ആയി, സ്ക്രീൻ പ്ലേക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആണ്. Okay. And I was preparing to shoot one in June and one in December. Okay. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റേഴ്സും ക്രൂവും കാസ്റ്റിംഗ് ഏകദേശം കുറെ കാര്യങ്ങൾ ഫൈനലൈസ്ഡ് ആയി, എന്റെ ടീം റെഡിയായി, പ്രൊഡക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ വന്നത്. സോ ജൂണിൽ തുടങ്ങിയിരുന്ന പടം ഇപ്പം റൈറ്റ് നൗ ഓൺ ഹോൾഡ് ആണ്. പക്ഷെ എന്റെ ബാക്കി പ്രീ വർക്ക്സ് എല്ലാം കഴിഞ്ഞു. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് എന്റെ ഇൻവെസ്റ്ററും പറയുന്ന ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം പുള്ളിക്കും അറിയില്ല വാട്ടേഴ്സ് എങ്ങനെയാണ്, എങ്ങോട്ട് പോകും എന്നുള്ളത് അറിയില്ല. സോ ഈസ് ലൈക്ക് ഗിവ് മീ സം ടൈം, ഇതൊന്ന് ശരിയായിക്കോട്ടെ എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. One other film that is planned for December I have pushed for next year because adinte oru 50% of component is to be shot outside India. Okay, right. Adippa right now since international travel is not a possibility. Anyway, it will happen only next year. ആ നടക്കേണ്ട രാജ്യവും ആ രാജ്യത്തും കൊറോണയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അവിടെ പോയി ചുമ്മാ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. Correct. Okay. Super. This is ഇപ്പോഴത്തെ കറന്റ് സ്റ്റേജ് ആണ്. The whole industry is going through a crisis because ഈ വർഷം ചെയ്യാൻ പറ്റുന്ന ഒരു പടങ്ങളും as now എപ്പോൾ നടക്കുമെന്ന് അറിയില്ല. Very true. Okay. So the cases are on the rise again, so it's a very difficult time to take a guesstimation on how things will go. Yes. So very thoughtful and thank you so much, Parthan. It was really nice talking to you. We do we would love to hear more from you, but we have very limited time. But then, yeah. So thank you so much for giving your valuable feedback. It was great. Thank you so much. Thank you. Thank you. Bye. Moving on to Roji. കരാട്ടയും കളറിയും രണ്ട് ഫോമിലും റോജി ഹാസ് ബീൻ എക്സെല്ലിങ് ആൻഡ് രണ്ട് ഫോമും നന്നായിട്ട് പഠിച്ച് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്. കരാട്ടെ നോക്കുകയാണെങ്കിൽ വേറൊരു നാട്ടിലെ ഫോം, കളറി നോക്കുകയാണെങ്കിൽ അത് വേറൊരു നാട്ടിലെ ഫോമാണ്. എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ക്ലാഷസ് ഉണ്ടാവാറുണ്ടോ? രണ്ട് കൾച്ചറിൽ നിന്ന് വന്ന കരാത്തയും കളരിയും അത് രണ്ടും ഒന്നിച്ച് ചേർത്താണ് ഞാൻ തുടക്കം മുതൽ പഠിച്ചിരുന്നത്. മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പഠിക്കുന്ന ആളിൻ്റെ ഉറച്ച തീരുമാനം, ഇത് എങ്ങനെ പഠിക്കണം, എന്തിനു വേണ്ടി പഠിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം, അതാണ് ഏറ്റവും പ്രാധാന്യം. പിന്നെ പഠിപ്പിക്കുന്ന മാസ്റ്ററിൻ്റെ ഒരു കഴിവും അതിലുണ്ട്. കളരിയാണേലും കരാത്തയാണേലും എല്ലാത്തിലും പ്രധാനമായിട്ടും ഡിഫെൻഡ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെയാണല്ലോ. ഇതിൽ ഒഴിഞ്ഞുമാറലുകളുണ്ട്, എല്ലാത്തിനും ഉണ്ട്. കരാത്തയിലും ബോക്സിങ്ങിൽ കളരി എല്ലാത്തിലുമുണ്ട്. ഇതിലൊക്കെ പല വിധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓരോരോ മാർഷൽ ആർട്ടിൽ നോക്കുകയാണെങ്കിൽ പല വിധങ്ങൾ.
അതിനെ അപ്പം നമുക്ക് ഒന്ന് മോശം ഒന്ന് നല്ലത് അങ്ങനെയൊന്നും പറയാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും എല്ലാ മാർഷൽ ആർട്സും നല്ലത് തന്നെയാണ്. കരാട്ടയിലെ മേജർ അച്ചീവ്മെൻറ്റ്സ് റോജിക്ക് ഇത്രയും നാളിൽ which are the major achievements that you think that you have achieved? ഷോൺറി റെയ്ഹോക്കാനിൽ വരുന്നതിന് മുന്നേ ഷോൺറിയു സെയ്ബുക്കാനാണ് പഠിച്ചിരുന്നത്. അതും ഒരു ട്രഡീഷണൽ കരാത്തയാണ്, സ്പോർട്സ് കരാത്ത അല്ല. സ്പോർട്സ് കരാത്തെ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. മാർഷൽ ആർട്സിൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 91 കർണാടക സ്റ്റേറ്റ് ചാമ്പ്യനായി ബോക്സിങ്ങിൽ. പിന്നെ 98 ഓൾ കേരള നോക്കൗട്ട് ഫൈറ്റിങ്ങിൽ ചാമ്പ്യനായി. പിന്നെയുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കിനാവയിൽ പോയി അവിടെ നിന്നും 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടി എന്നുള്ളതാണ്. അയൺ റോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും, നമുക്ക് വെറുതെ ഒരു ചെറിയൊരു ആണിയാണെങ്കിൽ പോലും നമുക്ക് വളയ്ക്കാനോ അല്ലെങ്കിൽ പൊട്ടിക്കാനോ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഒരു 19.5 mm ഉള്ള അയൺ റോഡിനെ വളയ്ക്കുകയും പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, ഒറ്റയടിക്ക് അങ്ങ് പൊട്ടിക്കുകയാണ് ചെയ്തത്. എങ്ങനെ, ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ ആൻഡ് ഹൗ ഡു യു ഡു ദീസ് തിങ്സ്? ഇന്ത്യയിലേക്ക് കരാത്തെ കൊണ്ടുവന്ന സെൻസൈ കുപ്പുസ്വാമി ഡെമോൺസ്ട്രേഷന് അയൺ റോഡ് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കരാത്തെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ കാലം മുതൽ കൈയുടെ ഈ ഭാഗം സീസൺ ചെയ്യാൻ തുടങ്ങി. ഇവിടം കൊണ്ടാണ് അയൺ റോഡ് ബ്രേക്ക് ചെയ്യുന്നത്. സീസൺ ചെയ്തതുകൊണ്ട് എനിക്ക് ഡെമോൺസ്ട്രേഷന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ടോളറേറ്റ് ചെയ്യാവുന്ന പെയിനേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ വേറെ കൈക്ക് പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ സീസൺ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി ഹാംഫുൾ. സീസൺ ചെയ്യാതെ അയൺ റോഡ് ബ്രേക്ക് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അത് സീസൺ ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. ഞാൻ മാക്സിമം ചെയ്തേക്കുന്നത് 19.5 mm അയൺ റോഡാണ് ഏറ്റവും വലിപ്പമുള്ളത് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഞാൻ സാധാരണ ഡെമോൺസ്ട്രേഷന് ചെയ്യുന്നത് അതാണ്. മുറിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ഈ വേദി വിടുകയുള്ളൂ. ഇത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോവിഡ് കാലം എങ്ങനെ സ്പെൻഡ് ചെയ്തു റോജി? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഐ മീൻ, ഡിഡ് യു സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി ഓർ ആർ യു വർക്കിംഗ് ഓൺ സംതിങ്? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കോവിഡ് വന്ന് ലോക്ക്ഡൗൺ തുടങ്ങി 1 മാസം വീട്ടിൽ തന്നെയായിരുന്നു. കുട്ടികളോടും കുടുംബത്തോടും ഒത്ത് 1 മാസം ചെലവഴിച്ചത് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത്രയും നേരം അവരുമായിട്ട് ചെലവഴിക്കുന്നത്. ഈ സമയമൊക്കെ മാർഷൽ ആർട്സ് കുട്ടികൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനും യോഗ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ചെലവഴിച്ചു. അതിൻ്റെ കൂടെ ഞങ്ങളുടെ പച്ചക്കറി കൃഷി കുറച്ചുകൂടെ വിപുലീകരിച്ചു. അങ്ങനെ ആ 1 മാസം ചെലവഴിച്ചു. അതിനുശേഷം എൻ്റെ ഫാമിൽ വന്ന് കൃഷി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫാമിൽ ധാരാളം പണികളുണ്ട്. അങ്ങനെ ഫാമിലെ കൃഷിപ്പണിയും പിന്നെ ഇടയ്ക്ക് വീട്ടിൽ പോവും. അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ബിസിനസ്, കരാത്തെ ക്ലാസ് ഒന്നും നടത്താനിപ്പം പെർമിഷൻ ഇല്ലല്ലോ, എല്ലാം ക്ലോസ്ഡ് ആണ്. കരാത്തെ ക്ലാസ്സൊക്കെ ഇനി എന്ന് തുടങ്ങുമെന്ന് അറിയത്തില്ല. കുട്ടികളൊക്കെ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടോ? ഓൺലൈൻ കുറേ മെസ്സേജസ് ഒക്കെ കൊടുക്കാറുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ. പക്ഷേ അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഡയറക്റ്റ് ക്ലാസ് കൊടുക്കുന്ന പോലെ ഓൺലൈൻ ക്ലാസ് ഒന്നും മാർഷൽ ആർട്സിന് പ്രാക്ടിക്കൽ അല്ല. All right, that is really nice, and I'm quite happy to have a conversation with you. So thank you so much, Roji, and all the very best for your future. Thank you a lot. You are welcome, and thank you for inviting me to this program. Well, ഇന്ന് നമ്മുടെ ഗസ്റ്റായ ശ്രുതി, ഡോക്ടർ ഷെറിൻ, പാർത്ഥൻ ആൻഡ് ഓൾസോ റോജി, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും all the very best and stay safe. We'll be winding today's episode of Kappa Prime Time. We'll be coming back with yet another set of guests till we meet again. It's Cynthia signing off. Bye-bye.